ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വചന പ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വചന വിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന മാത്യൂസിനും സുസ്മിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചന ലോകമെമ്പാടും എത്തിക്കുവാൻ വേണ്ടി സന്മനസ് കാണിക്കുന്ന ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അബുദാബിയിൽ ജോലി ചെയ്യുന്ന മാത്യൂസ് ബ്രദറിൻ്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദുബായ് ജീസസ് വിഷൻ പ്രയർ സെൻ്ററിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അകമഴിഞ്ഞ് പരിശ്രമിക്കുന്ന മാത്യൂസ് ബ്രദറിനും സുസ്മിക്കും പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നലെ വചനം ആദ്യമായിട്ട് എഴുതിയത് പാപ്പിരിയസ് പേപ്പറിലാണ്. പിന്നീട് അത് അങ്ങോട്ട് മാറ്റി എഴുതി ചർമ്മപത്രത്തിലേക്ക് മാറ്റി എഴുതി. ഇതെല്ലാം നമ്മൾ ഇന്നലെ കേട്ടതാണ്. അതായത് നമ്മുടെ സുവിശേഷം 4-ാം നൂറ്റാണ്ടോടുകൂടി ചർമ്മപത്രം വന്നു. പിന്നീട് അത് ഏത് ക്ലൈമറ്റിലും ഇരിക്കുന്ന തരത്തിൽ അതിൻ്റെ രേഖകൾ ഇരിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ പല വ്യക്തികളും വചനത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. വചനം തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ചില വ്യക്തികൾ വളരെ, അതായത് ഇതിൻ്റെ അകത്തുള്ളവരും പുറത്തുള്ളവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അകത്തുള്ളവർ പറയുന്നത് വചനത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതൊന്നുമല്ല, അതുകൊണ്ട് അതൊന്നും നമുക്ക് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ആരൊക്കെയോ ചുമ്മാ എഴുതി ചേർത്തതാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ എഴുതിയതാണെന്ന് ചിന്തിക്കുന്ന തരത്തിൽ ചില വ്യക്തികളുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അകത്തുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ എഴുതിയതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ചില അതങ്ങ് ഫിക്സ് ചെയ്യും. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ജനങ്ങളെ അങ്ങനെ പഠിപ്പിക്കും. ഇതിൻ്റെ അകത്ത് ചിലതൊക്കെ ദൈവത്തിൻ്റെതുണ്ട്, ചിലതൊക്കെ മനുഷ്യൻ ആഡ് ചെയ്തതുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്ക് മനുഷ്യൻ വളർന്നു കഴിഞ്ഞു. എന്നാൽ നമ്മൾ വിശ്വാസികൾ എങ്ങനെയാണ് വചനത്തെ കാണേണ്ടത്, എങ്ങനെയാണ്, അതാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നിങ്ങൾക്ക് വചനത്തെ കാണണം. ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ആദം മുതൽ പിന്നെ നോഹയുടെ കാലം വരെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാതെ വിടുന്ന വിദ്വാൻമാർ വേറുണ്ട്. അതൊന്നും പഠിപ്പിക്കണ്ട, അതിനൊന്നും തെളിവുകളില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഇന്നലെ ഒരു സഹോദരൻ പറയുണ്ടായി. ഒരു തിയോളജി പഠിക്കാനായിട്ട് പോയപ്പോൾ അവിടെ പഠിപ്പിക്കാൻ വന്ന ആൾ പറഞ്ഞെന്നു, ഉൽപ്പത്തി 1 മുതൽ 10 വരെ ഉള്ളതൊന്നും പഠിപ്പിക്കേണ്ട, അതിനൊന്നും തെളിവുകളൊന്നുമില്ല, അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ബൈബിളിലെ പുള്ളിക്ക് വിശ്വാസമില്ല. അപ്പോൾ അദ്ദേഹമാണ് ബൈബിൾ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. ഒരിക്കൽ ഒരിടത്ത് ബൈബിൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റുഡൻസ് പോയപ്പോൾ അതിൽ കൂടുതൽ അവർ പറഞ്ഞത്, അതായത് ഒരു ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റുഡൻസ് പോയത്. നമ്മുടെ ജീസസ് വിഷനിലെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. ഡിബേറ്റ് ഇതായിരുന്നു, സഭയും ഓണാഘോഷവും. ഏത് സഭയിലാണ് ഇത് വെച്ചെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, സഭാവിശ്വാസികൾക്ക് പങ്കെടുക്കാം. ഈ ഡിബേറ്റ് വെച്ച സഭയുടെ ആസ്ഥാനത്ത് 100 കണക്കിന് ചെറുപ്പക്കാർ പങ്കെടുത്തു. ചെറുപ്പക്കാരുടെ അടുത്ത് ചോദിച്ചു, ഓണാഘോഷം സഭയിൽ നടത്തുന്നത്, നിലവിളക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 100 പേര് പങ്കെടുത്ത അതിൽ ഒരാൾ പോലും ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുവാനില്ലായിരുന്നു. 100-ൽ പരം ചെറുപ്പക്കാരും അവിടെ പങ്കെടുത്ത എല്ലാ യുവാക്കന്മാരും ഒന്നടങ്കം പറഞ്ഞു ഇത് സഭയിൽ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രോതാക്കളിൽ നിന്ന് ഒരാൾ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നേരെ അവിടെ ഇരുന്നവർ ബൈബിൾ പണ്ഡിതരായി മാറി. ബൈബിൾ പണ്ഡിതരെന്തു പറഞ്ഞു? നിങ്ങൾക്ക് ബൈബിൾ അറിയാത്തത് നിമിത്തമാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. കാരണം അവർ സ്നേഹത്തെയാണ് അവർ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നത്. സ്നേഹത്തെ സ്പ്രെഡ് ചെയ്യുന്നത് വഴി നമുക്ക് പലതും, മറ്റ് ജാതികളുടെ പലതും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഭാഷയിലാണ് അവർ വന്നത്. യോഗ ചെയ്യാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാം എന്നൊരു അഭിപ്രായത്തിലേക്കാണ് വന്നത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു, അവിടെ കൂടിയ ചെറുപ്പക്കാരും മുതിർന്നവരും ഈ കരസ്മാറ്റിക്കിൻ്റെയും അങ്ങനെ ധ്യാനങ്ങളൊക്കെ നടത്തുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതിനെ ശക്തമായി വചനം കൊണ്ട് എതിർത്തു. വചനം കൊണ്ട് എതിർത്തപ്പോൾ അതിലൊരാൾ പറഞ്ഞു, നിങ്ങൾ വചനമൊന്നും അധികം പറയണ്ട, വചനമൊക്കെ പഴയ യക്ഷിക്കഥകളിൽ നിന്നും ഒക്കെ
കൂട്ടിച്ചേർത്ത് എഴുതിയത്, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അറിയണ്ട എന്ന് പറയുകയുണ്ടായി. അപ്പം വചനത്തെ പോലും യക്ഷിക്കഥയായി പണ്ട് ബാബിലോണിൽ നടന്ന യക്ഷിക്കഥകൾ, മുത്തശ്ശിക്കഥകൾ നമ്മൾ കേട്ടില്ലേ? ഒടിയൻ സിനിമ നിങ്ങളിപ്പോൾ വാൾപോസ്റ്ററിലൊക്കെ കണ്ടതല്ലേ, പോസ്റ്ററിലൊക്കെ കണ്ടതല്ലേ? ഒരു കാലത്ത് മുത്തശ്ശിക്കഥയായിരുന്നു ഒടിയൻ എന്ന് പറയുന്നത്. കുട്ടികളെ ഉറക്കുവാൻ വേണ്ടി മുത്തശ്ശിമാർ പറഞ്ഞു കൊടുത്ത കഥ. ആ കഥ പിന്നീട് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒടിയന്മാർ വേഷം മാറി ഇറങ്ങുന്ന കഥകളും. ഇത് കേട്ട് കിടന്ന് ഉറങ്ങാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഇതിനെയാണ് യക്ഷിക്കഥകൾ എന്ന് പറയുന്നത്. എന്നാൽ ഒടിയന്മാരുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ അത് റിയൽ അല്ല, മറിച്ച് അതൊരു കഥയുമായിരിക്കും. ഇപ്പോൾ വീട്ടിലെ മുത്തശ്ശിമാർക്ക് പറയാനായിട്ട് ഒരു എളുപ്പമാണത്. ഇതുപോലെ തന്നെ ബാബിലോണിലെ യക്ഷിക്കഥകൾ ധാരാളമുണ്ടായിരുന്നു. യക്ഷിക്കഥകളിൽ നിന്ന് പലതും ബൈബിളിൽ കയറിയിട്ടുണ്ടെന്നാണ് അവരഭിപ്രായപ്പെടുന്നത്. വിജാതീയ ആചാരങ്ങൾ പലതും ബൈബിളിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ്, ജാതികളുടെ കട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇതാണ് ബൈബിളെന്ന് അകത്തുള്ളവരുടെ ഭാഷ, യുക്തിവാദികളുടെ അല്ല, അകത്തുള്ളവർ പഠിപ്പിക്കുന്ന രീതിയാണിത്. അപ്പോൾ ഈ പഠനം കേട്ട് വളർന്നു വരുന്ന യുവ തലമുറയെ യേശുക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ യുക്തിവാദികൾക്ക് നിഷ്പ്രയാസം സാധിക്കും. 100% സാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ബൈബിളേ സത്യമല്ല, അപ്പോൾ പിന്നെ യേശു എങ്ങനെ സത്യമാകും? ആ തരത്തിലേക്ക് ചിന്തിക്കാൻ ഇന്ന് ബിരുദാനന്ദ ബിരുദമൊക്കെ നേടിയിരിക്കുന്ന കുട്ടികൾക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇതുപോലെയുള്ള വചനവിരോധികളുടെ വാക്കുകളുടെ മുമ്പിൽ നമ്മളെ അടിമകളാക്കാതിരുന്നതിനെ ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാം. വചനത്തിനെതിരെ, ബൈബിളിനെതിരെ, യേശുക്രിസ്തുവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പരിഹാസപരമായി, അകത്തുള്ളവരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ, അങ്ങനെ ആരെങ്കിലും അപ്പോസ്തലിക വരമുള്ളവരായിക്കോട്ടെ അപ്പോസ്തലിക വരമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരായിക്കൊള്ളട്ടെ, ആര് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ ബൈബിളിനെതിരെയോ യേശുക്രിസ്തുവിനെതിരെയോ എന്തെങ്കിലും ഒരു ദുരർത്ഥമായിട്ട് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കരുത്. പിന്നെ അവൻ പറയുന്ന ഒരു മധുരവും നിങ്ങൾ കഴിക്കരുത്. അവനെ നിങ്ങൾ നിരാകരിക്കണം. ഇനിയുള്ള കാലത്ത് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത്, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരേ ഉള്ളൂ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്താം, അല്ലേ? എത്ര ദൂരം കാണും? എത്ര കാണും? 5 കിലോമീറ്റർ കാണും, ഇല്ലേ? അപ്പോൾ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്താൻ 5 കിലോമീറ്റർ കാണും. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയാൽ നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ ഒരു കൂടിയ മുട്ടായി, ഒരു 500 രൂപ, ഒരു മുട്ടായിക്ക് 500 രൂപയുള്ള ഒരു മുട്ടായി കൊടുക്കാനായിട്ട് കിട്ടത്തുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നത് കാരണം ഇവിടെ നിന്ന് യാത്ര ചെയ്ത് തമ്പാനൂരിൽ 5 കിലോമീറ്റർ യാത്ര ചെയ്ത് തമ്പാനൂരിൽ പോയി മുട്ടായി മേടിച്ച് നമ്മുടെ കുഞ്ഞിന് കൊടുക്കും. ശരിയല്ലേ? നമ്മൾ കുഞ്ഞിനെ സ്നേഹിക്കുവാണെങ്കിൽ കൊടുക്കത്തില്ലേ? കൊടുക്കും. അതേ മുട്ടായി തന്നെ വേണ്ട നമ്മുടെ ഹാളിൻ്റെ പുറത്ത് ഓട ഉണ്ട്, അഴുക്കോട ഉണ്ട്. ആ ഓടയിൽ അതേ മുട്ടായി തന്നെ വീണ് കിടപ്പുണ്ട് പുതിയത്. നിങ്ങൾ ആ ഓടയിൽ നിന്ന് മുട്ടായി എടുത്ത് കഴുകി നിങ്ങളുടെ കുഞ്ഞിന് കൊണ്ട് കൊടുക്കാറുണ്ടോ? ഇതിൻ്റെ അകത്ത് എല്ലാ അർത്ഥവും ഉണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. ഒരുവൻ വിലയേറിയ കാര്യങ്ങളാണ് നമുക്ക് തരുന്നതെങ്കിലും അവൻ തരുന്നത് വചനവിരുദ്ധവും അവൻ തരുന്നത് ബൈബിളിനെതിരുമാണെങ്കിൽ അത് നമുക്ക് നോക്കുമ്പോൾ പിന്നെ നമുക്ക് നോക്കുമ്പോൾ നല്ല മുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഓടയിൽ നിന്നാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവിൽ നിന്നാണ്. തിന്മയെ നന്മയാക്കാൻ ശ്രമിക്കുകയാണ്. തിന്മയെ നന്മയാക്കുകയും നന്മയാകുന്ന ദൈവത്തെയും വചനത്തെയും തിന്മയാക്കുവാനും വില കുറച്ച് കാണിക്കുവാനും ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും
ആ വ്യക്തി ഓടയിൽ നിന്ന് നമുക്ക് മുട്ടായി എടുത്ത് തരുന്നതിന് തുല്യമാണ്. അതിനെ നിരാകരിക്കുക, കേൾക്കാതിരിക്കുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ബൈബിളിനെതിരെ ആരെന്തെങ്കിലും പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുക. കാരണം ഈ പറയുന്ന വ്യക്തികളുടെ അവരുടെ കുടുംബത്തിൻ്റെ കുടുംബസ്വത്തല്ല സ്വർഗവും യേശുക്രിസ്തുവും. ഇത്രമാത്രം നിങ്ങളൊന്ന് ഓർത്താൽ മതി. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യോഹന്നാൻ്റെ ശിഷ്യർ ചോദിച്ചു, ഞങ്ങൾ കാത്തിരിക്കുന്ന ക്രിസ്തു മിശിഹ നീയാണോ, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും ഇനി കാത്തിരിക്കണോ എന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഹേയ്, എന്നെ നോക്ക്, ഞാനല്ലേ, വേറെ ആരാ ഇവിടെ ഉള്ളത്? ഞാനല്ലയോ സ്നാന സമയത്ത് അദ്ദേഹം കണ്ടല്ലയോ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത്? ഇനി ഞാൻ ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? ഞാൻ തന്നെയാണെന്ന് ചെന്ന് പറയൂ. ഇങ്ങനെയൊക്കെ യേശു ആധികാരികത വെളിപ്പെടുത്താൻ വേണ്ടി യേശു കിടന്ന് പാടുപെടുക. യേശു കിടന്ന്, നിങ്ങൾക്കറിയില്ലേ ഞാൻ ബെത്ലഹേമിലല്ലേ ജനിച്ചത്, ആ ഗുഹ ഇപ്പോഴും അവിടെ ഇല്ലേ? ആധികാരികത വെളിപ്പെടുത്തുക. യേശു ക്രിസ്തു അതൊന്നും ചെയ്യാൻ പോയില്ല. യേശു ക്രിസ്തു പറഞ്ഞ ചെവി ഉള്ളവൻ കേട്ടാൽ മതി, കണ്ണുള്ളവൻ കണ്ടാൽ മതി. അതൊന്നും വെളിപ്പെടുത്താൻ പോയില്ല. മറിച്ച് താൻ മിശിഹയാണെന്ന് വെളിപ്പെടുത്താൻ തൻ്റെ നാവ് കൊണ്ടല്ല താൻ തനിക്ക് വേണ്ടി സാക്ഷ്യം പറയേണ്ടത്. ഇവിടെ 2 ശിഷ്യന്മാർ കടന്നു വന്നു. ആ ശിഷ്യന്മാരുടെ മുമ്പിൽ യേശുക്രിസ്തു യാതൊന്നും പറയാനായിട്ട് തയ്യാറാകുന്നില്ല. യേശു എന്തു ചെയ്തു? തൻ്റെ മുമ്പിൽ നിന്ന ഒരുപാട് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്തു കാണിച്ചു. രോഗശാന്തി ചെയ്തു. നീ എന്ത് കണ്ടോ അത് ചെന്ന് അവിടെ പറഞ്ഞാൽ മതി, മനസ്സിലാകേണ്ടവന് മനസ്സിലാകും. വചനം ഒരുവനിൽ വന്നാൽ അവനിൽ സമാധാനമുണ്ടാകും. വചനം ഒരുവനിൽ വന്നാൽ രോഗശാന്തി ഉണ്ടാകും. വചനം ഒരുവനിൽ വന്നാൽ അവൻ്റെ ദുഃഖങ്ങൾ മാറാം. മോൻ സുഖമില്ലാതെ വിഷമിച്ച് യേശുവിൻ്റെ മുമ്പിൽ വചനം കേൾക്കാൻ ഇരിക്കുന്ന ഒരു അമ്മയുടെ മടിയിൽ കിടന്ന് മോനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് അവന് സൗഖ്യം നൽകി ആ അമ്മയുടെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ അമ്മയ്ക്ക് സമാധാനമുണ്ടാകുക. വചനം ചെല്ലുന്നിടത്തെല്ലാം സമാധാനമുണ്ടാകുകയാണ്. യോഹന്നാൻ അത് മനസ്സിലായി. യോഹന്നാൻ പറഞ്ഞു, അവനാണ് മിശിഹ. മിശിഹ വന്നാൽ സമാധാനം ജനങ്ങൾക്കുണ്ടാകുക. മിശിഹ വന്ന സ്വസ്ഥത ജനങ്ങൾക്കുണ്ടാകുക. മനസ്സിലായി, ഇത് തന്നെയാണ് മിശിഹ. അപ്പോൾ ഒരു വചനത്തിൻ്റെ, യേശുവാകുന്ന വചനത്തിൻ്റെ ആധികാരികത അടങ്ങിയിരിക്കുന്നത് വചനത്തിൻ്റെ അകത്തിരിക്കുന്ന അത്ഭുതങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ആധികാരികമല്ല നമ്മൾ നോക്കിയോ? നമ്മളൊരു ആധികാരികതയും നോക്കിയില്ല. നമ്മൾ വചനം ഇങ്ങനെ വായിച്ചു, നീ വിശ്വസിച്ചാൽ നിന്നിൽ അത്ഭുതം സംഭവിക്കും. നമ്മളെന്ത് ചെയ്തു? കർത്താവിനെ വിശ്വസിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിന് കിടക്കുന്ന ഭയങ്കര അത്ഭുതങ്ങൾ വചനം പോലെ സംഭവിച്ചു. വചനത്തിൻ്റെ ആധികാരികത എന്താ? വചനത്തെ വിശ്വസിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ വചനങ്ങളും സത്യം തന്നെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനം, വചനത്തിൻ്റെ അത്ഭുത പ്രവർത്തനം കണ്ട ശിഷ്യർ യോഹന്നാനോട് പറഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അത് തന്നെ മിശിഹ വന്ന ജനങ്ങൾക്ക് മിറക്കിളാണ്, അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. അത് ഏതൊരു നിരീശ്വരവാദിയെയും ചങ്കിടിപ്പിക്കുന്ന തരത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മിശിഹ ചെയ്തുകൊണ്ടിരിക്കും. അവനെ പരിഹസിച്ചാലും തീരത്തില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇവരെ കളിയാക്കുക, വീണ്ടും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അവൻ വചനമാണെങ്കിൽ രോഗശാന്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വചനമാണെങ്കിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ആ വചനം ഇന്നും ജീവിക്കുന്നത് കാരണം എല്ലായിടവും കർത്താവ് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിരീശ്വരവാദികൾ പോയി കാടിവെള്ളം പോയി കുടിക്കട്ടെ. അതേ നമുക്ക് പറയാനുള്ളൂ. നിരീശ്വരവാദികൾ കാടിവെള്ളം പോയി കുടിക്കുക. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം തൻ്റെ മക്കൾക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു വാക്ക് മതി. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഒരു വാക്കിൻ്റെ അത്ഭുതമുണ്ട്. ആ വാക്ക് അക്ഷരമായി നിന്റെ വീട്ടിൽ ബൈബിളിൽ ഇരിപ്പുണ്ട്. വചനമാണോ അത്ഭുതം ചെയ്തിരിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 പത്രോസ് 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:20-21.
ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. എല്ലാവരും ഒന്ന് എടുക്കണേ, വചനം എല്ലാവരും ഒന്ന് എടുക്കണേ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ ഒറ്റ ഒരെണ്ണവും മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ചോ മനുഷ്യൻ്റെ താല്പര്യമനുസരിച്ചോ ചെയ്തതല്ല. ആ ഒരു സ്ക്രിപ്ചർ ഇത് ഒരിക്കലും മനുഷ്യൻ്റെ ഭാവന അനുസരിച്ച് വന്നതല്ല. അപ്പോൾ ബൈബിൾ പറയുന്ന മനുഷ്യൻ്റെ ഭാവന അനുസരിച്ച് വന്നതല്ല. പക്ഷേ ചില വിദ്വാൻമാർ പറയും, ഓ അതിന് തെളിവൊന്നുമില്ല, അത് നോക്കണ്ട, അതൊക്കെ കോപ്പി പേസ്റ്റാ എന്ന് പറയും. അകത്തുള്ളവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുറത്തുള്ളവൻ എന്തും പറഞ്ഞോട്ട്, അകത്തുള്ളവർ കിടന്ന് ഇത് പറയും. അപ്പോൾ ഞാൻ ഈ ഒരു വചനം കേട്ടിട്ടാണോ ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചോണം, അകത്തുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അകത്തുള്ളവർ ബൈബിളിനെ പൈങ്കിളിക്കഥയായി കാണുന്ന ഒരു കാലത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണെന്ന് ഞാനല്ല, യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആയിരിക്കുന്ന ദേവാലയങ്ങളിലും നിങ്ങൾ പോകുന്ന ചർച്ചുകളിലും ഇനി വ്യക്തമായി നിങ്ങൾ കേൾക്കും, ഓ ബൈബിളിൽ അങ്ങനെ ഇല്ല, അതൊക്കെ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ എഴുതി, അതൊന്നും വലിയ ആധികാരികതയൊന്നും ഇല്ല, നമുക്ക് പിന്നെ നമ്മൾ ജനിച്ച ഒരു ഇതിൽ ഇങ്ങനെ പോണ, ഇങ്ങനെ നെവർ മൈൻഡ് രീതിയിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുമെന്ന് ഞാൻ ഉറപ്പ് പറയാം. ഇനിയുള്ള കാലം അതായിരിക്കും. വചനത്തോട് എതിർപ്പ് തോന്നുന്ന ഒരു സ്പിരിറ്റ് പ്രസംഗകരിലും ഉണ്ടാവും, വിശ്വാസികളിലും ഉണ്ടാകും. ബൈബിളിനോട് എതിർപ്പായിരിക്കും. ബൈബിളിനോട് എതിർപ്പാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ നമുക്കൊരു ബെന്തക്കോസ് സമൂഹത്തോട് നമുക്ക് വിരോധമുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ എനിക്ക് വിരോധമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ബെന്തക്കോസ് സമൂഹത്തോട് എനിക്ക് വിരോധമുണ്ടെങ്കിൽ ബെന്തക്കോസ് സമൂഹം ആരെങ്കിലും ഒരാൾ ബൈബിൾ വിതരണം ചെയ്യുന്നതായിട്ട് കണ്ടാൽ ബെന്തക്കോസ് സമൂഹത്തെ ആ വിരോധമുള്ള ആളിനെ ഞാനങ്ങ് മറക്കും. എന്നിട്ട് ബൈബിളിനെതിരെ ഞാനങ്ങ് തിരിയും. ആ രീതിയായി മാറും. അവനോടുള്ള വിരോധം ബൈബിളിനോടാണ് തീർക്കുന്നത്. എന്ത് കാര്യം ബൈബിളിനോട് തീർത്തിട്ട് എന്ത് കാര്യം? ബൈബിളിനെ നമ്മൾ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ബൈബിൾ എല്ലാ വീടുകളിലും എത്തിക്കാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഇത് ഒരിക്കലും ഒരു തെറ്റായ ബോധ്യത്തിൽ നിന്ന് എഴുതപ്പെട്ടതല്ല. ഇതിൻ്റെ ഓരോ പ്രവചനത്തിലും പരിശുദ്ധാത്മാവ് പരിശുദ്ധരായവരുടെ കരങ്ങളിലൂടെ സംസാരിച്ചതാണ്. എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് പരിശുദ്ധരായ വ്യക്തികളിലൂടെ സംസാരിച്ചത് വാക്കുകളായി എഴുത്തുകളായി വന്നതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം. അതിനെ തേർഡ് റൈറ്റായിട്ട് നിങ്ങൾ കാണരുത്. പറഞ്ഞ അതിന് ഭയങ്കര വാല്യൂ കൊടുക്കണം. വചനത്തിനൊക്കെ ഭയങ്കര നിങ്ങൾ ജീവൻ കളഞ്ഞ് അതിനെ സ്നേഹിക്കണം. വചനത്തെ അതിനു വേണ്ടി ജീവൻ കളയാൻ നിങ്ങൾ തയ്യാറാകണം. ഒരിക്കൽ ഞങ്ങൾ യൂത്തിൻ്റെ ഒരു മീറ്റിംഗ്, ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള ഒരു സെൻറ്ററാണ്. അപ്പോൾ ഞാൻ ആ യൂത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ മെയിൻ പ്രാസംഗികനായിട്ട് എന്നെയാണ് അവിടുത്തെ ഡയറക്ടർ വിളിച്ചിരുന്നത്. അങ്ങനെ ഞാൻ യൂത്തിൻ്റെ മീറ്റിങ്ങിന് പോയി വിശുദ്ധിയുടെ ഒരു ക്ലാസ് ഞങ്ങൾ മാറിയും തിരിഞ്ഞും എടുത്തുകൊണ്ടിരിക്കുക. അവിടുത്തെ ഡയറക്ടർ എടുക്കണം, ഞാനും എടുത്ത് മാറിയും തിരിഞ്ഞും എടുത്തുകൊണ്ടിരിക്കുക യൂത്തിനെ. കാരണം യൂത്തിൽ പല പെൺപിള്ളേരും അതുതന്നെ ആൺപിള്ളേരും വളരെ നമുക്ക് ഈ വേദിയിൽ പറയാൻ പറ്റാത്ത വിധത്തിൽ പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവർക്ക് ഭജന അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യം നൽകിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ ഒരു സൈക്കോളജി ഒരു മിഷണറി, ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്, പക്ഷെ സൈക്കോളജിയാണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇനി എല്ലാം തുറന്നു പറഞ്ഞ് ഇനി അത് ഒരു നെഗറ്റീവ് ആവണ്ട. അത് കാരണമാണ് അദ്ദേഹം അങ്ങോട്ട് വന്നത്. ബഹുമാന്യനായ ക്രിസ്ത്യൻ മിഷണറി, പക്ഷെ ആൾ സൈക്കോളജി ഡോക്ടറും കൂടെ. പുള്ളി അങ്ങോട്ട് സ്റ്റേജിൽ വന്ന ഉടനെ പറഞ്ഞു, ചെറുപ്പക്കാരത്ത് പറഞ്ഞു,
ഞാൻ പച്ച മലയാളത്തിൽ പറയുന്നുണ്ട്, ഒന്നും തോന്നരുത് എന്നോട്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ സ്വയമേ സെക്സ് ചെയ്തോളാൻ പറഞ്ഞു, സ്വയംഭോഗം ചെയ്തോളാൻ പറഞ്ഞു. അത് നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും നല്ലതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ 4 ദിവസം കഷ്ടപ്പെട്ട് മാറ്റി കുട്ടികളെ കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന് 4-ാം ദിവസമായപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു സൈക്കോളജി കൊടുക്കാൻ ഒരാളെ കൊണ്ടുവന്നതാണ്. പുള്ളി നല്ല അടി അടിച്ചിട്ട് പുള്ളിക്ക് പോയി. ഈ ചെറുപ്പക്കാരുടെ കയ്യടി കാണണം വരുന്നത്. അപ്പോൾ ഇല്ല, മറ്റേ പിന്നെ ഡയറക്ടർ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്ന് കഷ്ടകാലത്തിന് വിളിച്ചു പോയി, ബ്രദർ ചെന്നിട്ട് പറ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകും. ബ്രദർ എന്നിട്ട് പറ, അങ്ങേര് പറയുന്ന കേൾക്കരുതേ, അനുസരിക്കരുതേ, തെറ്റാണെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ഞാൻ 2ാമത് കയറി ക്ലാസ് എടുക്കേണ്ട വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതെനിക്ക് ആ ഡയറക്ടറിൻ്റെ അനുവാദം ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാനായിട്ട്. പച്ചയ്ക്ക് പറഞ്ഞു, നിങ്ങളത് കേൾക്കരുത്, നിങ്ങളത് അനുസരിക്കരുത്, അത് തെറ്റാണ്. സൈക്കോളജികളും സയൻസും എല്ലാം ഈ ലോകത്തിൻ്റെതായ സന്തോഷത്തിന് വേണ്ടിയിട്ടും ഈ ലോകത്തിന് തരുന്ന സമാധാനം നൽകാൻ വേണ്ടിയിട്ടുള്ള, എന്നാൽ പരിശുദ്ധമായ സഭ അല്ലെങ്കിൽ പരിശുദ്ധമായ കർത്താവിൻ്റെ ശരീരം ആകുന്ന നിങ്ങൾ ഓരോരുത്തരും അത് ലോകം തരുന്ന സമാധാനം നൽകാനല്ല, ക്രിസ്തു തരുന്ന സമാധാനം നൽകാനാണ്. ആ ദൗത്യത്തിൽ ജീവിച്ച അനേകം പേർ രക്ഷപ്പെട്ട് കാണിച്ച് നമ്മുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. വചനത്തിൻ്റെ കൂടെ ജീവിച്ച അനേകം പേർ വിടുതൽ പ്രാപിച്ച അവരുടെ മക്കൾ പോലും ഉയർന്നു നിൽക്കുന്നതായി നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, അനേക യുക്തിചിന്തകളുമായി നടന്നവർ, അവരുടെ തലമുറകൾ പോലും ഇന്ന് അവശേഷിക്കാത്തതിൻ്റെ എണ്ണം വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പ്രൊജക്ടറിലിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ലാതായി തീർന്നതിൻ്റെ എണ്ണങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാവരും ബൈബിൾ എടുക്കണം, ബൈബിൾ വായിക്കണം. വചനം ഇതാണ്, 2 തിമോത്തിയോസ് 3:16. 2 തിമോത്തിയോസ് 3:16 നമ്മളൊന്ന് എടുക്കാം. 2 തിമോത്തിയോസ് 3:16. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിലും ശാസനത്തിലും തെറ്റുതിരുത്തലിനും നീതിയിലുമുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. എല്ലാ ഇത് വളരെ ശ്രദ്ധിക്കണം. എല്ലാ സ്ക്രിപ്ചറും അത് മുഴുവനും ദൈവമാണ്. എല്ലാ വചനവും അത് ദൈവത്തിൻ്റെതാ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ, അതിലെ വാക്കുകൾ ദൈവമാണ്. സ്തോത്ര, ഹല്ലേലൂയ. വചനം യേശുവാണോ? ആണോ അല്ലയോ? ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അക്ഷരങ്ങളിൽ ഇരിക്കുന്ന വചനവും അതും യേശു തന്നെയാണ്. യേശുവിൻ്റെ ആത്മാവ് അതിൻ്റെ അകത്തുണ്ട്, യേശുവിൻ്റെ ശക്തി അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളൊരു വിഗ്രഹത്തെ തൊട്ട് മുത്തുന്നതിനേക്കാളും എത്രയോ നല്ലതാണെന്നറിയോ ആ ബൈബിൾ നെഞ്ചോട് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ അകത്ത് യേശുവുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കാണുന്നിടത്തെല്ലാം കയറി ഇറങ്ങാൻ വിടുവോ? നിങ്ങൾ ആരെങ്കിലും വിടുവോ? വിടത്തില്ലല്ലോ. അപ്പം വിടാതിരിക്കുമ്പോൾ അയൽവക്കക്കാരൻ പറയുക, എൻ്റെ വീട്ടിൽ വിടണ്ടടാ, നിനക്ക് സ്നേഹമില്ലടാ എന്ന് പറഞ്ഞാലും പറയുമോ, സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ കൊച്ചുങ്ങളെ വിട്ടുള്ള സ്നേഹം വേണ്ട. ഇന്നത്തെ കാലമാണ്. നിങ്ങൾ പറയുമോ? അപ്പോൾ ബൈബിളിൽ പറയുകയാണ്, ദുഷ്ടരായ പിതാക്കന്മാർക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ ചെയ്യാമെങ്കിൽ അതിലധികം എത്രയോ നല്ലവനായ എൻ്റെ പിതാവ് തൻ്റെ സഭയെ ജാതികളിൽ നിന്ന് വേർപെട്ട് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുവാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ട്. അപ്പം ആ വചനങ്ങൾ, അങ്ങനെയുള്ള വചനങ്ങൾ നിങ്ങളെ ശാസിക്കും, നിങ്ങളെ വഴക്ക് പറയും. അവിടെ വില്ലനായ ഒരു യഹോവയല്ല നമ്മൾ കാണേണ്ടത്, കുഞ്ഞുങ്ങളെ ശുദ്ധിയിൽ വളർത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണേണ്ടത്. പണ്ട് ദേവദാസി സമ്പ്രദായങ്ങളിൽ ദേവദാസിക്കുണ്ടായ പെമ്മക്കളെ അവൾ മേജറായി കഴിയുമ്പോൾ തന്നെ അവളെ അടുത്ത ദേവദാസിയായി അവളെ മാറ്റുവാനായി ജഡീക പാപങ്ങൾ ചെയ്യുവാൻ അവളെ പരിശീലിപ്പിക്കും. അത് ദേവദാസി സമ്പ്രദായങ്ങളാണ്. സഭ ദേവദാസിയുടേതല്ല, സഭ ശുദ്ധമായ മണവാട്ടിയുടേതാണ്.
അപ്പം അതിൻ്റെ സമ്പ്രദായങ്ങളിൽ കർശന നിയന്ത്രണങ്ങളും കർശന ശാസനകളും കർശന ട്രെയിനുകളും കർശനമായ ടീച്ചിങ് ആ മക്കളുടെ മേൽ നൽകുവാൻ യഹോവയ്ക്ക് കഴിയും. ഈ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം 20-25 വർഷം വരെ അവർ ആ വചനം അവരുടെ ഹൃദയങ്ങളിൽ കൊണ്ടു നടന്നു. എന്തുകൊണ്ട് അവർ ആദ്യം എഴുതിയില്ല? അതൊരു ജെറമ്യായുടെ പുസ്തകത്തിൻ്റെ പ്രവചനമനുസരിച്ചിട്ടാണ്. ആദ്യം അവരുടെ ഹൃദയത്തിൽ കൊണ്ടു നടന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 20:35 വായിക്കുമ്പോൾ 1 കൊരിന്തോസ് 7:10 വചനങ്ങൾ, 1 കൊരിന്തോസ് 9:14 അതുപോലെ തന്നെ 1 തെസ്സലോനിക്ക 4:15 ഇങ്ങനെയുള്ള കിട്ടിയിരിക്കുന്ന ഓരോ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത് ലൂക്കോസ് എഴുതിയിരിക്കുന്നതുമായ ഓരോ വചനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും പൗലോസിന് അറിവില്ലാത്ത കാര്യങ്ങളാണ്. പൗലോസ് നേരിട്ട് കേട്ടിട്ടില്ല. അന്ത്യത്താഴ സമയത്ത് താൻ അപ്പമെടുത്ത് ആശീർവദിച്ച് തൻ്റെ ശിഷ്യർക്ക് നൽകിക്കൊണ്ട് ഇപ്രകാരം അരുൾ ചെയ്തു എന്ന് നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന പൗലോസ് എഴുതിയ വാക്കുകളാണ്. കുർബാനയിൽ വചനമാണ് വായിക്കുന്നത്. അത് പൗലോസിൻ്റെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയ അതേ സെയിം വാക്കാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ പൗലോസ് എങ്ങനെ അറിഞ്ഞു? ഈ അന്ത്യത്താഴ സമയം അവിടെ നടന്ന വാക്കുകളും അവിടെ യേശുക്രിസ്തു പറഞ്ഞതും പൗലോസ് എങ്ങനെ മനസ്സിലാക്കി? പൗലോസ് അന്ന് മാനസാന്തരപ്പെട്ടിട്ടില്ല. 70 ശിഷ്യന്മാരെ അയച്ചു. സെപ്റ്റുവജന്റ് 70 പേരെ അയക്കുന്നു. 12 പേരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കുന്നു. 70 പേരെ യേശുക്രിസ്തു അയക്കുന്നു. 70 പേരുടെ കൂട്ടത്തിലെ ഒരു ശിഷ്യൻ്റെ പേരാണ് ബർന്നബാസ് പൗലോസിൻ്റെ കൂടെയാണ്. ബർന്നബാസിൽ നിന്ന് കിട്ടിയ അറിവാണ് പൗലോസ് കൊറിന്തോസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, യേശു ബർന്നബാസിന് കൊടുക്കുന്നു. ബർന്നബാസിൻ്റെ പ്രസംഗം പൗലോസിന് മനസ്സിലാകുന്നു. യേശു ക്രിസ്തു ഇപ്രകാരം ചെയ്തിട്ടുണ്ടെന്ന്. ബർന്നബാസിൽ നിന്ന് വാമൊഴിയായി കിട്ടിയത് പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതി. അന്ത്യത്താഴ സമയത്ത് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. എന്തുകൊണ്ട് ആദ്യ സഭ ഒരു 10-20 വർഷം വാമൊഴിയിൽ പോയി? വാമൊഴി എന്ന് പറഞ്ഞാൽ ചുമ്മാ ചെവിച്ചെന്ന് പറയുക എന്നുള്ളതല്ല അർത്ഥം. പ്രസംഗിക്കുക, പബ്ലിക്കായിട്ട് നിന്ന് പ്രസംഗിക്കുക, പബ്ലിക്കായിട്ട് നിന്ന് ക്ലാസ് എടുക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിഗൂഢമായ ഉപദേശങ്ങൾ അവർ പബ്ലിക്കായി പ്രസംഗിക്കുകയാണ്. അല്ല ചെവി ചെന്ന് ഓതിക്കൊടുക്കുകയല്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചതിനൊരു കാരണമുണ്ട്. അത് പുതിയ ഉടമ്പടിയെക്കുറിച്ച് ജെറമ്യ 31:34 പറയുന്നുണ്ട്. അന്ന് ഞാൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. അന്ന് എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യും. നിയമങ്ങൾ എവിടെ ആലേഖനം ചെയ്യും? ഹൃദയത്തിൽ ആലേഖനം ചെയ്യും. ഈ ഹൃദയത്തിൽ ഫസ്റ്റ് ആലേഖനം ചെയ്തത് ആദ്യത്തെ പ്രഘോഷണം അങ്ങനെയാണ്. ഹാർട്ട് കൊണ്ടാണ് ആദ്യത്തെ വചനപ്രഘോഷണം. ഹാർട്ടിൻ്റെ വചനപ്രഘോഷണത്തിൽ നിന്ന് അത് എഴുത്ത് ഭാഷയിലേക്ക് വന്നു. പിന്നീട് അത് ബൈബിളായി മാറുകയാണ് ചെയ്തത്. അപ്പം ഈ ജെറമ്യ 31:34 പ്രവചന പൂർത്തിയാണ് ആദ്യ സഭയിലെ വാമൊഴിയായിട്ടുള്ള വചനത്തിൻ്റെ സ്പ്രെഡിങ്. ഹല്ലേലൂയ. അതിനർത്ഥം യേശുക്രിസ്തുവിൻ്റെ ഇനിയും രഹസ്യങ്ങൾ നമുക്ക് ധാരാളമായി കിട്ടാനുണ്ട്, നമുക്ക് ധാരാളമായി ലഭിക്കാനുണ്ട് എന്നല്ല, മറിച്ച് ലഭിച്ചത് തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാൻ ധാരാളമാണ്. യേശുക്രിസ്തുവിൻ്റെ ഒരു വാക്ക് മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കാൻ. വചനത്തിലെ ഒരു വാക്ക് മതി ഒരു വിശ്വാസിക്ക് ദൈവരാജ്യത്തിൽ കയറാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. യേശുവിൻ്റെ ഒരു വാക്കിൽ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് വചനത്തെ ആരെങ്കിലും വെറുത്തിട്ടുണ്ടെങ്കിൽ ബൈബിളിനെ, ചിലവർ യേശുവിനെ ഇഷ്ടമോ ബൈബിളിന് ഇഷ്ടമല്ല, എന്തോന്ന് ആൾക്കാരാന്ന് തോന്നുന്നു. ബൈബിൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ യേശുവിനെ മനസ്സിലാക്കിയത്? ബൈബിൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ യേശുവിനെ മനസ്സിലാക്കി? അപ്പോൾ അത് കാരണം അത് എനിക്ക് ഇന്ന ആൾ പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ യേശുവിനെ തെറ്റുകൂടാതെ മനസ്സിലാക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാന പങ്ക് ആദിമസഭ അവർ വിയർപ്പൊഴുകി ഇരുന്ന് പകർത്തി എഴുതിയ നമ്മുടെ വീട്ടിലിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ്. മറ്റേത് തെറ്റ് മനസ്സിലാക്കും, ഇത് തെറ്റുകൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ബൈബിൾ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് ആ പറയുന്ന എല്ലാം ശരിയാണെന്ന് തോന്നും. ഇന്ന് അത് തോന്നത്തില്ല. കാരണം യേശു തന്നെ
വചനമായി നമ്മുടെ വീട്ടിലുണ്ട്. ചിലവരിങ്ങനെ പറയും, ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ പറയുന്നതാ, ശുഭ്രതരെ ബൈബിൾ അടുത്ത് വെച്ച് കട്ടിലെ വെച്ച് ഞാനൊരു കടപ്പുണ്ട്, ഒറ്റയ്ക്കാണെന്നുള്ള ബോധം എൻ്റെ അങ്ങ് മാറും. ബൈബിളിനെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു കടപ്പ് കിടക്കുക. എൻ്റെ യേശുവിൻ്റെ മടിയിൽ ഞാൻ കിടക്കുന്നതിന് തുല്യമാണ്. ആ സ്നേഹമൊന്ന് അനുഭവിക്കാൻ ആരോരുമില്ലാതിരിക്കുമ്പോൾ ലഭിക്കുന്ന ആ സ്നേഹം എത്ര വലുതാണ്, പറഞ്ഞറിയിക്കുന്നതിനേക്കാളും വലുതാണ്. വീട്ടിൽ നിന്ന് സങ്കടകരമായ ന്യൂസ് എത്തുമ്പോൾ, വീട്ടിൽ നിന്ന് വേദനാപരമായ കാര്യങ്ങൾ എത്തുമ്പോൾ ആ വചനത്തെ മാറോട് ചേർത്ത് ഞാനൊന്ന് ഉറങ്ങുക. എന്ത് സ്വസ്ഥതയാണെന്നറിയാമോ? വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അനുഭവിച്ചവർ ഒരിക്കലും ബൈബിളിനെതിരെ സംസാരിക്കത്തില്ല. ചില മഠങ്ങളിലൊക്കെ മതിലിൻ്റെ പുറത്ത് വചനം എഴുതി വെക്കും. ആൾക്കാർ പറയും, എന്തൊരു വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്. ചിലവർക്ക് കൂടുതൽ പരിശുദ്ധി തോന്നും വചനത്തോട്. എന്ത് വിഡ്ഢിത്തമാണ് ഈ വചനത്തിൻ്റെ? ഈ മതിലിൻ്റെ പുറത്തൊക്കെ ഈ കന്യാസ്ത്രീ അമ്മമാർക്ക് വേറെ ജോലിയില്ല, വചനം എഴുതി വെച്ചിരിക്കുക. കാണുന്ന ബസ്സെല്ലാം ചെളി ആ വചനത്തിലോട്ട് അടിച്ച് വിടുക. ക്രിസ്ത്യാനി ചെയ്യുന്ന പാപത്തിൻ്റെ അടുത്തൊന്നും വരത്തില്ല ഈ ഭിത്തിയിൽ വീഴുന്ന ചെളിവെള്ളം. ആ ചെളിവെള്ളം സ്വീകരിക്കുവാൻ, ആ ചെളിവെള്ളത്തെ സ്നേഹിക്കുവാൻ തമ്പുരാന് നന്നായിട്ടറിയാം. എന്നാൽ ക്രിസ്ത്യാനി, നീ ചെയ്യുന്ന പാപം തമ്പുരാൻ അസഹ്യമാണ്. നീ വിശുദ്ധ തിരുരക്തവും ഭക്ഷിച്ചിട്ട് നീ ചെയ്യുന്ന പാപം ഉണ്ടല്ലോ, അതിനേക്കാളും മോശമാണ്. അപ്പോൾ മനസ്സിലാക്കുക, അതുകൊണ്ട് മതിലിൽ നമ്മളൊന്നും എഴുതേണ്ട കാര്യമില്ല. പൊതുജനം കാണരുത്, പിശാചിൻ്റെ തന്ത്രം അത്. മതിലിൽ എഴുതണം, എല്ലാവരും വചനം കാണണം. പരിഹാസം പണ്ടും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ദൈവവൈദ്യൻ്റെ സാക്ഷി ഞാൻ കേട്ടതാണ്. ആത്മഹത്യ ചെയ്യുവാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ തൻ്റെ കാറും എടുത്തുകൊണ്ട് വണ്ടി കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചോ കൊക്കയിൽ കൊണ്ടിട്ടോ അങ്ങ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങി. അങ്ങനെ കൂടെ സ്വന്തം മോളുടെ മുഖം ഓർക്കുമ്പോൾ കരച്ചിൽ വരും. വണ്ടി ഒരു സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യും, കരയും. അത് കഴിഞ്ഞ് വണ്ടി വീണ്ടും എടുത്തുകൊണ്ട് പോകും. പിന്നെയും മോളുടെ മുഖം ഓർക്കുമ്പോൾ സങ്കടം വരും, മരിക്കാൻ തോന്നുന്നില്ല. സൈഡിലോട്ട് പാർക്ക് ചെയ്യും, കരയും. ഈ പ്രാവശ്യം സൈഡിൽ പാർക്ക് ചെയ്തത് ഒരു മഠത്തിൻ്റെ ഭിത്തിയുടെ മുമ്പിലാണ്. ആ മഠത്തിൻ്റെ കരച്ച് കഴിഞ്ഞ് മുഖം ഉയർത്തി നോക്കിയപ്പോൾ, ഞാൻ നിൻ്റെ യഹോവയായ കർത്താവാകുന്നു. വചനം വായിച്ചതും അയാൾ പറയാണ്, ഒരു തീ അകത്തേക്ക് വന്ന് കയറി എന്നാ പറയുന്നത്. പെട്ടെന്ന് വണ്ടി തിരിച്ച് വീട്ടിൽ പോയിട്ട് ഭാര്യയെടുത്തും മക്കളെടുത്തും പറഞ്ഞു, ഒരുങ്ങ, ഇപ്പോൾ തന്നെ ധ്യാനകേന്ദ്രത്തിൽ പോകണം. അവൈലബിളായ ഏതെങ്കിലും ധ്യാനം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പോകാം. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യഹോവയ്ക്ക് കഴിവുണ്ട്. നമുക്ക് അവൻ്റെ അടുക്കലേക്ക് പോകാം. മതിലിൽ എഴുതിയ ഒരു വചനമാണ് മാറ്റിയെടുത്തത്. ഒരു വ്യക്തിയെ സൂയിസൈഡിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ മതിലിൽ എഴുതിയ ഒരു വചനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി ദൈവത്തിന്. ഇതൊക്കെ കെട്ടിപ്പടക്കി പൂട്ടി വീട്ടിൽ കൊണ്ട് വെക്കുന്നതിനേക്കാളും 10 പേർക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. ബൈബിൾ രക്ഷിക്കതയാണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ബൈബിളിൽ പണ്ട് നമുക്കറിയാം, ബാബിലോൺ, നിനവെ എന്ന് പറയുന്ന സ്ഥലം, ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലങ്ങൾ, ആദ്യകാലത്ത് ഈ സ്ഥലങ്ങൾ എവിടെയാണെന്ന് വ്യക്തമല്ലായിരുന്നു. ബാബിലോൺ എന്ന് പറയുന്ന എന്ന് പറയുന്ന ദേശമൊക്കെ വ്യക്തമാണ്. കൽദായ ദേശം വ്യക്തമാണ്. എന്നാൽ ബാബിലോൺ എന്ന് പറയുന്നത് ഏത് ഭാഗത്താണെന്നൊന്നും അറിയത്തില്ല. അതെങ്ങനെ കടന്നുകൂടി എന്നൊന്നും അറിയത്തില്ല. നിനവെ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ നിനവേയിൽ നടന്ന സംഭവങ്ങൾ ഇത് നടന്ന സംഭവമല്ല, ഇത് എങ്ങനെയോ ബൈബിളിൽ കടന്നുകൂടിയതാണ്. കാരണം നിനവെ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ, നിനവെ എന്ന് പറയുന്ന ഒരു സ്ഥലമില്ലാതെ എങ്ങനെ നമുക്കത് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും? കൽദായർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷെ ബാബിലോൺ എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നീട് ബൈബിളിൽ എങ്ങനെയോ ആരോ എഴുതി ചേർത്തതാണ്. ഈ ബാബിലോൺ എവിടെയാണ്?
ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കടന്നു. മെസപ്പൊട്ടോമിയ ഉണ്ട്, പണ്ട് മുതലേ മെസപ്പൊട്ടോമിയയെ കുറിച്ച് പറയുന്നുണ്ട്, മെസപ്പൊട്ടോമിയ സംസ്കാരങ്ങളെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. പക്ഷെ ബാബിലോണിയൻ എന്ന് പറയുന്ന സ്ഥലം, നിനവേ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? നിങ്ങൾക്കറിയത്തില്ലേ? നിനവേ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? നിനവേയിൽ പോയി യോനാ പ്രവാചകൻ പോയതൊക്കെ അറിയത്തില്ലേ? അപ്പോൾ ഈ നിനവേ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എഴുതിയ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ദൈവശാസ്ത്രങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും, ഈ നിനവേ സംഭവം, ഈ ബാബിലോൺ സംഭവമൊക്കെ വിമർശിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നിനവേ എന്ന് പറയുന്ന ഒരു സ്ഥലം ലോകത്തില്ല, ഇല്ലാതെ ഇത് ഉണ്ടാക്കിയതാണ്, ആരോ ഇത് എഴുതിയതാണ്. ഭൂമിയിൽ നിനവയോ ബാബിലോണോ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളില്ലാത്തത് കാരണം മെസപ്പൊട്ടോമിയൻ കഥകളിലെ ഭൂതകഥകളിലെ പേരുകളാണ് ഇവയെല്ലാം. മെസപ്പൊട്ടോമിയൻ്റെ ഭൂതകഥകളിൽ ബാബിലോൺ പേരുകളും നിനവേ പേരുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള യക്ഷിക്കഥകളിൽ നിന്ന് ആരോ കോപ്പി അടിച്ചതാണ് ഈ നിനവേ സംഭവവും ഈ 3 ദിവസത്തെ ഉപവാസങ്ങളും എല്ലാം കോപ്പി അടിച്ചതാണെന്ന് ചില വേദ പണ്ഡിതന്മാർ എഴുതാൻ തയ്യാറായി. കാരണം ഇത് എവിടെയാണെന്ന് രേഖകളൊന്നും ഇല്ലാത്തത് കാരണം. അങ്ങനെയാണ് അന്നത്തെ ആ വേദ പണ്ഡിതന്മാർ പലതും ബൈബിൾ ഒരു യക്ഷിക്കഥയാണെന്ന് പ്രസംഗിക്കുവാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. അതായത് എല്ലാ മനുഷ്യരും ഒന്നിനെ കേന്ദ്രീകരിക്കുമ്പോൾ, എല്ലാ മനുഷ്യരും ഒന്നിനെ ശരിയെന്ന് പറയുമ്പോൾ, ഒരുത്തൻ മാറി നിന്നിട്ട് അത് തെറ്റാണെന്ന് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ശ്രദ്ധിക്കപ്പെടും. അതതിൻ്റെ വ്യത്യാസം. കോടിക്കണക്കിന് ജനം ഒന്നിനെ ശരിയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരുത്തൻ മാത്രം വന്നിട്ട് പറയാം, അത് തെറ്റാ. കോടിക്കണക്കിന് ജനവും അവനെ നോക്കും. അപ്പം അവൻ കോടികളിൽ ഒരാളായി വേർതിരിക്കപ്പെട്ട് അവൻ ഉയർന്നു നിൽക്കും. ഇത് മനുഷ്യന് നന്നായിട്ടറിയാം. ഈ ഒരു നെഗറ്റീവ് ഐഡിയ മനുഷ്യൻ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. അത് കാരണം ജീവിക്കുന്ന ദൈവം ഇത് പുരാതനമായേ ഉള്ള വിശ്വാസമായത് കാരണം യഹോവ തെറ്റാണ്, വചനം തെറ്റാണെന്ന് ഒരുവൻ ഇരുന്ന് പറയുമ്പോൾ അവ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അവ പെട്ടെന്ന് അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ആൾക്കാർ അവൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ തയ്യാറാകും. അവൻ്റെ അഭിപ്രായം, ചിലത് അവൻ്റെ അഭിപ്രായത്തിൽ വീണു പോകും, ചിലത് അത് കേൾക്കുമ്പോൾ ഇവന് വട്ടാണെന്ന് തോന്നും. അതതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ വേദ പണ്ഡിതന്മാരും ഇതേ വിമർശനം നടത്തി. ഇത് യക്ഷിക്കഥകളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നുള്ള വിമർശനം നടത്തി. എന്നാൽ പിന്നീട് നടന്ന ഖനനവുമായി ബന്ധപ്പെട്ട് നടന്ന തെളിവുകൾ നിനവേ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തി. നിനവേ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. പിന്നീട് ആരും ആ നിനവേക്കുറിച്ചുള്ള തർക്കങ്ങൾ പിന്നീട് ആരും നടത്തുവാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ ബൈബിളിൽ യെശയ്യായുടെ പുസ്തകം 20-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. യെശയ്യായുടെ പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ സർഗോൺ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സർഗോണിനെ കുറിച്ചുള്ള ഒരു പഠനം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നടത്തിയപ്പോൾ അതിൻ്റെ ദൈവശാസ്ത്ര വിദഗ്ധർ, ആദ്യത്തെ വലിയ ഒരു പുസ്തകമാണ്, ഒരുപാട് വോളിയുള്ളൊരു പുസ്തകം എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എൻ്റെ ഉണ്ടായിരുന്നു. ഞാനിപ്പം ദുബായിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദുബായിലെ പ്രയർ ടീം നടത്തുന്ന ലിജു ബ്രദറിന് ഞാനത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഒരുപാട് റിസർച്ച് ചെയ്ത് ദൈവശാസ്ത്രം എഴുതിയതാണ്. അപ്പോൾ അവർ എന്തോ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ചൊരു റിസർച്ച് തന്നെ നടത്തുകയുണ്ടായി. അവർ നടത്തിയിട്ട് യെശയ്യാ 20-ലെ സർഗോൺ രാജാവ്, യെശയ്യാ പ്രവചിക്കുന്ന സർഗോൺ രാജാവ് ആര്, എവിടെ, ഏതാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞൊരു റിസർച്ച് നടത്തിയപ്പോൾ അവർക്കതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അവർക്കതിൽ കണ്ടെത്തുവാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ 8-ാം പതിപ്പിൽ, എൻസൈക്ലോപീഡിയയുടെ ബ്രിട്ടാനിക്കയുടെ 8-ാം പതിപ്പിൽ അവർ സർഗോൺ എന്ന് യെശയ്യാ പ്രവചിച്ചിരിക്കുന്ന ഈ സർഗോൺ എന്ന് പറയുന്ന രാജാവ്, അങ്ങനൊരു രാജാവില്ല, ആ ഒരു 20-ന്റെ ആ ഒരു വചനഭാഗം തെറ്റാണ്, അത് ഏതോ കഥകളിൽ നിന്ന് അടിച്ച കോപ്പിയാണ് എന്ന് അവരും എഴുതാൻ തയ്യാറായി. എന്നാൽ
1843 കോർസാബാഡിയയിൽ നിന്ന് ഒരു കൊട്ടാരം ഖനനത്തിലൂടെ കണ്ടെത്തുകയുണ്ടായി. ഭൂമി ഖനനം ചെയ്യുന്നത് വഴിയായിട്ട് കണ്ടെത്തുകയുണ്ടായി. 1843 പോൾ എം എൽ ബോട്ടോ കോർസാബാഡിയയിൽ നിന്ന് ഒരു കൊട്ടാരം കണ്ടെത്തി. ആ കൊട്ടാരം കണ്ടെത്തി അതിൻ്റെ മണ്ണുകൾ പതുക്കെ അദ്ദേഹം മാറ്റി കൊണ്ടുവന്നപ്പോൾ കുറേ കല്ലുകളും കുറേ ഇഷ്ടികളൊക്കെ അദ്ദേഹത്തിന് കിട്ടി. ഇഷ്ടിക അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പതിഞ്ഞു. ഇഷ്ടിക ചെക്ക് ചെയ്തപ്പോൾ ഇഷ്ടികയിലെല്ലാം ഒരു പേര് എഴുതിയിട്ടുണ്ട്. ആ പേര് സർഗോൺ എന്നായിരുന്നു. നോക്കിയോണം, 1843 ഇന്ന് ഏകദേശം 125-130 വർഷങ്ങൾക്ക് പിന്നിൽ ഇത് കണ്ടെത്തുകയുണ്ടായി. ഇത് കോർസാബാഡിയയിൽ നിന്നാണ് ഈ കൊട്ടാരം കണ്ടെത്തിയത്. കല്ലുകളിലും ഇഷ്ടികളിലെല്ലാം ഇത് സർഗോൺ എന്ന പേര് നാമധേയം ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. BC 722 മുതൽ 721 വരെ ഇസ്രയേൽ അടിമകളായി അശൂരിൽ കൊണ്ടുപോയതിൽ യെശയ്യായുടെ പുസ്തകത്തിൽ തെളിവുണ്ട്. ഈ കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഏകദേശം ഇസ്രയേലിനെ അശൂരിൽ അടിമകളായി കൊണ്ടുപോയ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ നോക്കി കാണാം, സർഗോൺ എന്നുള്ള പേരും വർഷവും വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് 3 വർഷം ശമരിയായ്ക്ക് നിരോധനം പ്രഖ്യാപിക്കുന്നത്, ശമരിയായെ പിടിച്ചടക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കൊട്ടാരം ഖനനം ചെയ്ത് ഈ കൊട്ടാരത്തിൻ്റെ മണ്ണൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ ഞെട്ടിപ്പോയി. ആരാ? ഈ പോൾ എം എൽ തന്നെ ഞെട്ടിപ്പോയി. 25 ഏക്കർ നിറയെ കൊട്ടാരം നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ഇഷ്ടികയിലും സർഗോൺ എന്നുള്ള പേര്. അങ്ങനെ ഈ സർഗോൺ ആരാന്ന് പറഞ്ഞാൽ അശൂർ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവിൻ്റെ പേരാണ് സർഗോൺ എന്ന് ചരിത്രപരമായി ബൈബിളിന് പുറത്ത് ചരിത്രത്തിലൂടെ കണ്ടെത്തിയപ്പോൾ യെശയ്യാ 20 പ്രവചനം എത്ര സത്യമായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും യക്ഷിക്കഥ എന്ന് 1843 വരെ അന്നുണ്ടായിരുന്ന സകല പണ്ഡിതരും അന്ന് കാലം ചെയ്ത സകല വിദ്വാൻമാരും ഇത് സർഗോൺ യക്ഷിക്കഥയാണെന്ന് പറഞ്ഞ് മരിച്ചവന്മാരാണ്. എന്നാൽ കാലം തെളിയിച്ചു, യെശയ്യാ യക്ഷിക്കഥ പറയുന്നവനല്ല. ദൈവത്തിൻ്റെ പ്രവസി യക്ഷിക്കഥ പറയാനുള്ളതല്ല, വചനം യക്ഷിക്കഥയല്ല എന്ന് കാലം തെളിയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. വചനം പഠനത്തിലല്ല വരേണ്ടത്, ഹാർട്ടിലേക്കാണ് വരേണ്ടത്. ഹാർട്ടിലേക്ക് വരുമ്പോൾ ആ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ നിന്റെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. ഇതിൻ്റെ ഈ കൊട്ടാരം കണ്ടെത്തി ഇതിൻ്റെ കാര്യങ്ങൾ ഓടി ജനങ്ങളെല്ലാം കൂടെ ഈ പണ്ഡിതന്മാരെല്ലാം ഓടിച്ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. യെശയ്യാ 20 സംഭവം തന്നെ കൊട്ടാരം. അപ്പോൾ തന്നെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഉടൻ തന്നെ തെറ്റിദ്ധരുത്തി. അതുവരെ 8ാമത്തെ വോളിയം വരെയും അവർ അശൂർ രാജാവിൻ്റെ ഈ സർഗോൺ എന്നുള്ള പേര് തെറ്റാണെന്നും യെശയ്യായ്ക്ക് തെറ്റുപറ്റിയതാണെന്നും പൈങ്കിളിക്കഥയാണെന്നും എഴുതിയവർ 9ാം പദപ്പിൽ അവർ തിരിച്ചെഴുതി സർഗോൺ അശൂർ രാജാവാണ്. ഈ സംഭവം എഴുതി. ഇന്ന് സർഗോണിൻ്റെ കൊട്ടാരം 25 ഏക്കർ നിറയാണെന്ന് എഴുതി. അതിനു മുമ്പ് എത്ര പേർ പൈങ്കിളിക്കഥകളാണെന്ന് പറഞ്ഞ് മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരുത്തൻ ബൈബിളിലെ വചനങ്ങൾ എടുത്തിട്ട് ഇതൊക്കെ അങ്ങനെയാണ്, ആനയാണ്, കൂനയാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ആരും എഴുതിയതല്ല. ഞാനതിൻ്റെ ഒരു മര്യാദയുള്ള വാക്ക് യൂസ് ചെയ്തതേ ഉള്ളൂ. അവൻ്റെ ആരും എഴുതിയതല്ല വചനം. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. നമ്മുടെ മനസ്സിൻ്റെ വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. നമ്മുടെ മനസ്സിന് വ്യത്യസ്തമായ ഒരു സമീപനമാണ്. ഇപ്പോൾ എക്സാമ്പിൾ, യേശു ചെളി നിലത്ത് തുപ്പി ആ ചെളി ഇങ്ങനെ അവൻ്റെ കണ്ണിൽ പുരട്ടി ശിലോക കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ യൂട്യൂബിൽ അതിൻ്റെ ക്ലാസ്സുകളുടെയൊക്കെ
വ്യക്തമായിട്ടുണ്ട്. അപ്പം അതിനെ ഒരു വ്യക്തികൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര്, ഈ ഹാൾ നിറഞ്ഞിരിക്കുന്ന ജനം, നിങ്ങൾ ഇത്രയും പേർ കേൾക്കുമ്പോൾ ഇത്രയും പേർക്കും വ്യത്യസ്തമായ സമീപനങ്ങളായിരിക്കും ആ വചനത്തോടുള്ളത്. ആ വചനത്തോട് വ്യത്യസ്ത സമീപനങ്ങളാണ് നിങ്ങൾക്കുള്ളത്. എല്ലാവർക്കും ഒരേ സമീപനം ആയിരിക്കണമെന്നില്ല. എന്നാൽ ഒരു വ്യക്തിയിൽ തന്നെ, ഇതിപ്പോൾ ഹാളിലിരിക്കുന്ന ഇത്രയും ജനങ്ങൾ അവർക്ക് വ്യത്യസ്തമായ സമീപനങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഒരു വ്യക്തിയിൽ തന്നെ, ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ തന്നെ വ്യത്യസ്തമായ സമീപനങ്ങൾ ഈ വചനത്തോടുണ്ടാവാം. ഒരു സമൂഹത്തിനുണ്ടാവുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിക്ക് വ്യത്യസ്തമായ സമീപനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അയാളെ സ്വതന്ത്ര ചിന്തയിലേക്ക് വഴി നടത്താം. വ്യത്യസ്തമായ ഒരു കാര്യത്തോടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ അയാളെ സ്വതന്ത്ര ചിന്തയിലേക്ക് വഴി നടത്തുവാൻ അയാളുടെ സൈക്കോ തന്നെ അയാളെ നയിച്ചുകൊണ്ടിരിക്കും, അയാൾക്ക് ഗൈഡൻസ് നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബോഡി ഡിബേറ്റ് ചെയ്തേക്കാം, ബോഡി പലതിലേക്ക് ഡിബേറ്റ് ചെയ്തേക്കാം. ചില കാര്യങ്ങൾ കാണുമ്പോൾ, വചനത്തിൻ്റെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ട്രൂത്ത് അല്ലേ എന്നൊരു തോന്നൽ വന്നാൽ, ബോഡിയിൽ തോന്നലുണ്ടായാൽ അത് മൈൻഡിനെ അറിയിക്കും. കണ്ണ് കണ്ടു, ട്രൂത്ത് ആണെന്ന് കണ്ടു, ഉടനെ ബോഡി അത് തലച്ചോറിനെ അറിയിക്കും, ഇത് ട്രൂത്ത് അല്ലേ. തലച്ചോറിൻ്റെ സ്വതന്ത്രമായ ചിന്ത ട്രൂത്ത് അല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് ബോഡിയും ഈ മൈൻഡും തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഉണ്ടാകും. ആ ഡിബേറ്റ് അയാൾ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അയാളുടെ ബോഡിയിൽ ഭാഷകൾ വഴിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അയാളുടെ മൈൻഡ് അതിലെവിടെയൊക്കെയോ ഒരു ശരി കാണുന്നുണ്ട്, പക്ഷേ താൻ വേറിട്ട് നിൽക്കാൻ വേണ്ടി അദ്ദേഹം എവിടെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയാം, മര്യാദയ്ക്ക് ഇരുന്നോണം എന്ന് നമ്മൾ പറയുക, നമ്മുടെ മൈൻഡ് പറയുക. അപ്പം മര്യാദയ്ക്കിരണം, പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ശവം പറയുന്ന കണക്കാ, മര്യാദയ്ക്ക് ഇരുന്നോണം. ഇതാണ് ശവത്തിൻ്റെ ഒരു സ്റ്റൈൽ. എന്നാൽ ജീവനുള്ള ഒരു വ്യക്തി പറയുകയാണെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോണം. കൈ പോയത് കണ്ടോ, കൈ ആക്ഷൻ വന്നത് കണ്ടോ, ഭാഷ അനുസരിച്ച് കൈ വരുന്നതാണ്. അപ്പം ശരീരത്തിൻ്റെ ചിന്തകളനുസരിച്ച് നമ്മുടെ ശരീരങ്ങളും ചലിച്ചേ പറ്റത്തുള്ളൂ, ശരീരങ്ങൾ പോയേ പറ്റത്തുള്ളൂ. ശരീരത്തിനും ഭാഷകൾ ഉണ്ടാകാം. അപ്പോൾ സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനമനുസരിച്ച് ഇപ്പോൾ യേശു നിലത്ത് തുപ്പി ഒരുത്തന് ഹീലിംഗ് കൊടുത്തു. അപ്പം ക്രിസ്ത്യാനികൾ അതിൻ്റെ ശരിയായ വ്യാഖ്യാനത്തിൻ്റെ പിന്നാലെ പോയി അവർ സ്തോത്രം പറയുകയും അവരതിൻ്റെ അത്ഭുതങ്ങൾ കുടുംബത്തിൽ നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ, സ്വതന്ത്ര ചിന്തക്കാരൻ അല്ലെങ്കിൽ മനോരോഗികളായിട്ടുള്ള ആൾക്കാർ ബോഡി ഡിബേറ്റ് ചെയ്തുകൊണ്ട് അവർ അതിനെ അവതരിപ്പിക്കും. ഈ ഒരു നഗ്ന സത്യത്തെ മിഥ്യയാക്കി അവതരിപ്പിക്കണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന് വിചാരിച്ചാൽ സാധിക്കും. ഞാനോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് വിചാരിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ സാധിക്കും? വളരെ രസമാണ്. പരിഹാസ്യമായ രീതിയിൽ ഇതിനെ അവതരിപ്പിച്ചാൽ മതി. വളരെ പരിഹാസമായ രീതി അവതരിപ്പിച്ചാൽ പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ കൂടിഞ്ഞ് പോരും. ഒരു യേശു പുള്ളി തുപ്പിയിട്ട് നിലത്ത് വീണിട്ട് ചെളി ഉണ്ടാക്കിയിട്ട് ഒരുത്തരുടെ കണ്ണീ പുരട്ടി. എന്താ ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് തുപ്പലിൻ്റെ ഒരു ഹോസ്പിറ്റൽ ഇട്ടാലോ, എന്നിട്ട് ഈ പ്രസംഗിക്കുന്നവൻ തന്നെ ഇത്രയും മതി. സമയം മനസ്സിലായോ? പെട്ടെന്ന് അത് കേൾക്കുന്ന കുറേ ആൾക്കാരിൽ നിന്ന് ഈ ചുമ്മാ ഈ പള്ളിയിൽ നിന്നും കയറാൻ നടക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് തകിടം മറിയും. ഇതാണ് അതിൻ്റെ സൈക്കോളജി സ്റ്റൈൽ. അതാണ് യെശയ്യാ പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവ്. കാരണം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലും അത് തിരുത്തി അവർ തെറ്റാണെന്നോ അവർ പൈങ്കിളിക്കഥയാണെന്ന് പറഞ്ഞ സാധനം അവരത് തിരുത്തി. അപ്പോൾ ആ യെശയ്യാ തന്നെ ജീവിച്ചിരുന്നുവെന്നും ആ യെശയ്യാ തന്നെ എത്രമാത്രം പ്രവൃത്തി സത്യമാണെന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇത് സംഭവിക്കുന്നതിന് മുമ്പാണ് യെശയ്യായുടെ പ്രവചനം. അതുപോലെ സംഭവിച്ചുവെങ്കിൽ മസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, യഹോവ അതിനേക്കാൾ സത്യമാണ്. ഹല്ലേലൂയ! എത്രയോ സത്യമാണ്. നമുക്കൊരു കാര്യം പറയാം. ഞാനൊരു സംഭവം പറയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 31-34 എടുക്കുമ്പോൾ, കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കാവോ? കുറച്ചു നേരം കൂടെ ഇരിക്കാവോ നിങ്ങൾക്ക്?
ഒരു അല്പസമയം കൂടെ നമ്മളൊന്ന് ഇരിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 31:34 നമുക്കിന്ന് വായിക്കാം. റാഹേൽ വിഗ്രഹങ്ങൾ എടുത്ത് ഒരു ഒട്ടക ഭണ്ഡാരത്തിൽ ഒളിപ്പിച്ച് അതിന്മേൽ കയറിയിരുന്നു. റാഹേൽ വിഗ്രഹം എന്തു ചെയ്തു? വിഗ്രഹം എടുത്ത് ഒളിച്ചിട്ട് പുള്ളിക്കാരി എന്തു ചെയ്തു? ഒട്ടകത്തിന്റെ ഭണ്ഡാരത്തിൽ അതിനെ വെച്ചിട്ട് അതിൻ്റെ വെണ്ടയിലൊക്കെ കയറി ഇരുന്ന് പുള്ളിക്കാരി അങ്ങ് യാത്ര തുടങ്ങി. അപ്പൻ്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് അപ്പൻ്റെ കുലദൈവത്തെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ലാബാൻ നോക്കിയപ്പം ലാബൻ രാവിലെ എഴുന്നേറ്റതാ, 3 ദിവസമൊക്കെ കഴിഞ്ഞില്ല. അപ്പം ലാബൻ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് പതുക്കെ ചെന്നിട്ട് കുലദൈവത്തെ ചെന്ന് മുത്താനെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ കാണാം പീഠം ശൂന്യമായി ഇരിപ്പുണ്ട്. ലാബന് മനസ്സിലായി, എൻ്റെ മരിമോൻ അടിച്ചുകൊണ്ട് പോയതാ എൻ്റെ ദൈവത്തെ. ലാമ വണ്ടി എടുത്തുകൊണ്ട് ഒറ്റ വിടിയിൽ വിട്ടു. പെട്ടെന്ന് തന്നെ കഴുതിയുടെ പുറത്ത് ജീനിയിട്ടുണ്ട് പറക്കാൻ തുടങ്ങി. യാക്കോവ് പോയ വഴി കൂടെ പോയി പിടിച്ച് യാക്കോവിൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഡാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് തരാവുന്നതിൻ്റെ അത്രയൊക്കെ തന്നു, നീ എന്നോട് ഈ തോന്നിയാസം കാണിക്കുന്നോടാ? എടാ, എടുത്തു താടാ എൻ്റെ കുലദൈവത്തെ, തിരിച്ചു താടാ. അമ്മായിപ്പം കയറി കുത്തിന് പിടിച്ചിരിക്കുക മോൻ്റെ. അപ്പം നമ്മുടെ റാഹേൽ അനങ്ങുന്നില്ല. റാഹേൽ മിണ്ടാതിരിക്കുക. ഒന്നാമത് മിണ്ടാതിരിക്കുക. അവൾ ഇരിക്കുന്നതിൻ്റെ അടിയിലിരിപ്പുണ്ട്. ആരിയ്രിപ്പുണ്ട്? കുലദൈവം ഇരിപ്പുണ്ട്. അപ്പം ഇതിനെ പണ്ടുള്ളവർ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഈ സംഭവത്തെ ചുമ്മാ ഇതൊന്നും അല്ല, നടന്നതല്ല എന്ന രീതിയിൽ വേണമെങ്കിൽ ഇതിനെ ആക്കാം. എങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ, അന്നത്തെ കാലത്ത് സ്വർണത്തിന് വല്ല വിലയുണ്ടായിരുന്നു? ഈ കുലദൈവത്തിൻ്റെ പിന്നാലെ വരേണ്ട കാര്യം എന്ത്? തിരുവനന്തപുരംകാർക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു വിഗ്രഹം പോയാലും പിന്നെ നമ്മൾ അതിനെ അന്വേഷിച്ചാണ്ട് പോവോ? പിന്നെ നമുക്ക് എവിടെ കിട്ടും? പോയാൽ നമുക്ക് അടുത്ത മേടിച്ചൂടെ? ആരെങ്കിലും പോകുമോ? നമ്മൾ തിരുവനന്തപുരംകാരും കൊല്ലംകാരും വിഗ്രഹം ഒന്ന് പോയാൽ വേറെ മേടിച്ചു വെക്കുക. നമ്മുടെതാ കളി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഭയങ്കര സംഭവം. അപ്പോൾ പിന്നെ ഈ വിഗ്രഹത്തിൻ്റെ പുറകെ പോണ്ട കാര്യം എന്ത്? നിങ്ങൾക്ക് പറയാം എന്തായിരിക്കും കാര്യം? സ്വർണമാണ്. അത് തങ്കം കൊണ്ടുണ്ടാക്കിയതാണ്. അത് വിറ്റ് കഴിഞ്ഞാൽ യാക്കോവിന് ഇസ്രായേൽ മൊത്തം മേടിക്കാൻ കിട്ടും. ചുമ്മാ വേറെ തൊഴിലില്ലാത്ത ആവശ്യമില്ലാത്ത എന്നെയും കൂടെ തെറ്റിപ്പിക്കുന്ന വർത്തമാനം പറയരുത് കേട്ടോ. അന്നത്തെ കാലത്ത് സ്വർണത്തിന് വിലയില്ല. അതുപോലത്തെ 10 ലാഭം ഉണ്ടാക്കും. അതുപോലത്തെ 10 ലാഭം വേറെ ഉണ്ടാക്കും. പിന്നെ എന്തിനാ ഈ വിഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നത്? വല്ല കാര്യമുണ്ടോ പോണ്ടേ? അപ്പോൾ ഇങ്ങനെ ചരിത്രം വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ഈ കഥ ബ്ലണ്ടറാ. ഇത് ബൈബിളിൽ വന്നിരിക്കുന്ന പൈങ്കിളി കഥയാ. ഇത് ബൈബിളിൽ ഇല്ലാത്തൊരു ഇങ്ങനെ ഒരു നാട്ടു നടപ്പേ അന്നത്തെ കാലത്തില്ല. വിഗ്രഹം എടുത്തോട്ട് പോയാൽ പോട്ടെ, ഞാൻ വേറെ കുലദൈവത്തെ ഉണ്ടാക്കും. എൻ്റെ മക്കൾക്കെല്ലാം എൻ്റെ കുലദൈവങ്ങൾ എൻ്റെ എല്ലാ മക്കൾക്കും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനാ. ആ അപ്പൻ്റെ കാലത്ത് ഒരു മോള് അല്ലെങ്കിൽ ഒരു മരുമോൻ കുലദൈവത്തെ എടുത്തോണ്ട് പോയി അത് സന്തോഷിക്കുകയല്ലേ വേണ്ട? ഇത് ബ്ലണ്ടർ കഥ. ബൈബിൾ കറക്റ്റ് അല്ല. ഇങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാം, എനിക്കാണ് ക്ലാസ് എടുക്കാൻ കഴിവില്ലാത്തത്? ഇത് വലിയ അറിവുണ്ടെന്നല്ല ഇതിനർത്ഥം. ഇതിനെയാണ് ബൈബിൾ പറയുന്നത് പോഷത്വം എന്ന് പറയുന്നത്. മണ്ടന്മാരെന്ന് പറയുന്നത് ഇതിനെയാണ്. നമുക്കറിയാം ഇതിൻ്റെ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ലാബാൻ്റെ കാലത്ത് ഈ കുലദൈവം, ഒരു കുടുംബത്തിലെ കുലദൈവം പൂർവ്വപിതാക്കന്മാർ വഴി കൈമാറി വരുന്നതാണ്. ആ പൂർവ്വപിതാവ് ഉപയോഗിച്ച കുലദൈവം ലാബാൻ്റെ കാലശേഷം ലാബാൻ ആർക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തിക്കാണ് പിന്നീട് ലാബാൻ്റെ സ്വത്തുക്കളുടെ എല്ലാം അവകാശം. ഈ കുലദൈവം ആരുടെ വീട്ടിലാണോ ഇരിക്കുന്ന അവൻ ലാബാൻ്റെ സർവ്വ സ്വത്തുക്കളുടെയും ഭരണാധികാരിയാണ്. അങ്ങനെ സ്വത്തുക്കളുടെ അന്നത്തെ കണക്ക് പ്രമാണം അടിച്ച് മുദ്ര അതല്ല ഇന്ന്. അന്നത്തെയൊക്കെ കാലത്ത് ഇവർക്കൊരു വാക്ക് കൊടുത്ത് ഇവർക്കൊരു അടയാളം കൊടുത്തു കഴിഞ്ഞാൽ കുലദൈവങ്ങളും കൂടെ കൊടുത്തിട്ടാണ് അത് ക്രമീകരിക്കുന്നത്. അപ്പോൾ കുലദൈവം അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ
ഇന്നല്ലെങ്കിൽ നാളെ ഈ ലാബാൻ്റെ സ്വത്തിൻ്റെ അവകാശി ആരാണ്? പെമ്മക്കളല്ല, പെമ്മക്കളുടെ കെട്ടിയ പുരുഷനായിരിക്കും. അത് കാരണമാണ് ലാബാൻ ബഹളം വെച്ചു അവനെ കവർ ചെയ്ത് പിടിച്ചത്. എടുക്കടാ, എൻ്റെ വിഗ്രഹം എടുക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിയതാ. സ്വത്തിൻ്റെ അവകാശിയായി മാറുകയാ യാക്കോബ്. ഇത് മോക്കറിയാം. മോൾ അതുകൊണ്ടാണ് പോയപ്പം എനിക്ക് കിട്ടിയ സ്ത്രീധനം ഇച്ചിരി കുറഞ്ഞു പോയി, ഇതും കൂടെ എടുത്തുകൊണ്ട് പോയതാ. അല്ല, ചില പെമ്പിള്ളേർ ഒളിച്ചോടി പോകുമ്പോൾ അമ്മ ഉറങ്ങി കിടക്കുമ്പോൾ അലമാരി ഇരുന്ന സ്വർണ്ണം എല്ലാം കൂടെ നേരത്തെ എടുത്ത് വെച്ചിട്ട് എന്തായാലും ഞാൻ പോകുകയാണ്, എന്നാൽ ഇതും കൂടെ കൊണ്ടേ പോകുന്നുള്ളൂ എന്നിട്ട് പോയിട്ട് പിന്നെ 5 വർഷം കഴിയുമ്പോൾ 2 മക്കളുമായിട്ട് അമ്മേ പട്ടിണിയാ എന്ന് പറഞ്ഞ് വിളിക്കാറില്ലേ? ആ വകുപ്പായത്. ഞാൻ ഈ പറഞ്ഞ സംഭവം ന്യൂസു എന്ന് പറയുന്ന ഒരു ലിഖിതമുണ്ട്. പുരാതന കാലത്തെ ലിഖിതമാണ്. ആ ലിഖിതത്തിൽ, ന്യൂസു ലിഖിതത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അന്നത്തെ സാംസ്കാരികമായ അന്നത്തേതായ കൾച്ചർ ഇപ്രകാരമായിരുന്നു. കുലദൈവം ആരുടെ മേലാണോ പോകുന്നത് അവരായിരിക്കും സ്വത്തിൻ്റെ അവകാശി. ബൈബിൾ ഉൽപ്പത്തിയിൽ ലാബാൻ്റെ 2 പെമ്മക്കളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് യാക്കോവിൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷേ ലാബാന് വേറെയും മക്കളുണ്ടാവാം, ആൺമക്കൾ വേറെയും ഉണ്ടാവാം. എന്നാൽ അത് തൻ്റെ കുലദൈവം തൻ്റെ ആൺമക്കളിലേക്കാണ് പോകേണ്ടതെന്നുള്ള നിർബന്ധമാണ് ലാബാൻ യാക്കോവിൻ്റെ പിന്നാലെ വരാൻ കാരണമായത്. ഹല്ലേലൂയ. ഇങ്ങനെ ബൈബിളിൽ ധാരാളം കാര്യത്തിന് നമ്മൾ ആധികാരികമായ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ ധാരാളം തെളിവുകൾ ഉള്ളത് കാരണമാണ് കോടിക്കണക്കിന് ജനങ്ങൾ ഇന്നും യേശുക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. തെളിവുകളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല സഭ നിൽക്കുന്നത്. അത് ഗ്രീക്കുകാരന്വേഷിച്ചോളും. സഭ നിൽക്കുന്നത് ക്രിസ്തു എന്ത് പറഞ്ഞോ ആ പറഞ്ഞത് ഇന്ന് സഭയിൽ അടയാളത്തിലൂടെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. തെളിവുകളൊക്കെ ഗ്രീക്കുകാർ അന്വേഷിച്ച് പൊയ്ക്കോള്, ജാതികൾ അന്വേഷിച്ച് പൊയ്ക്കോള്. സഭയ്ക്ക് ദൈവം തന്നെ താൻ എന്ത് പ്രസംഗിച്ചോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കോടിക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി ഇപ്പോഴും മാറാൻ തയ്യാറായി നിൽക്കുകയാണ്. പണ്ട് നമുക്കറിയാം, ഒരു കാലത്ത് വലിയ യെശയ്യായുടെ പുസ്തകത്തിലെ സർഗോണിനെ പോലെ തന്നെ വലിയൊരു തർക്കവിഷയമായിരുന്നു. അന്നത്തെ കാലത്തുള്ള വിദ്വാൻമാരുടെ ഭയങ്കര തർക്കമായിരുന്നു ഷിലോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച്. ഷിലോ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ ബൈബിളിൽ? ആർക്കറിയാം? ആർക്ക് പറയാം? ശിലോകാക്കുളം അറിയോ? ആദ്യകാലത്തെ ന്യായാധിപൻ്റെ പേര് പറയാമോ? ശാമുവേലിനെ അഭിഷേകം ചെയ്തത് ആരാണ്? ശാമുവേലിനെ അഭിഷേകം ചെയ്തത് ബാലനായിരിക്കുമ്പോൾ തന്നെ ശാമുവേൽ ആരുടെ കൂടെയായിരുന്നു വളർന്നത്? ഏലി പുരോഹിതൻ്റെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ഏലി പുരോഹിതനൊക്കെ അന്നത്തെ കാലത്ത് മോശ കൊണ്ടുവന്ന പെട്ടകമില്ലേ, നമ്മുടെ കവനൻറ്റ്, അത് എവിടെയായിരുന്നു വെച്ചിരുന്നത്? അത് വെച്ചിരുന്നത് ഷിലോ എന്ന് പേരുള്ള ഒരു സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. ഷിലോ എന്ന് പേരുള്ള ഒരു കാര്യം. ജോഷുവ 18 ഇസ്രായേൽ ജനം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ ദേശം അവർക്ക് അധീനമായിരുന്നു. ഇസ്രായേൽ ജനം എവിടെ ഒരുമിച്ച് കൂടുകയാണ്? അവരെല്ലാവരും കൂടെയും എവിടെ വന്നു? ഷിലോയിൽ ഒരുമിച്ച് കൂടി. ശ്രദ്ധിക്കണമേ, ഷിലോയിൽ ആദ്യ കാലത്ത് കർത്താവിൻ്റെ പേടകം ഇരുന്ന സ്ഥലം എവിടെയാണ്? ഷിലോയാണ് കർത്താവിൻ്റെ പേടകം ഇരുന്നത്. 1 ശാമുവേൽ, അടുത്തതെടുത്തോ, 1 ശാമുവേൽ 1:9 കൂടെ നിങ്ങൾ വായിച്ചോളുക. 1 ശാമുവേൽ 1:9 കൂടെ നിങ്ങൾ വായിക്കുക. അതിൻ്റെ അകത്ത് ആ വചനത്തിൽ ഷിലോയെക്കുറിച്ച് പറയുന്നുണ്ട്. 1 ശാമുവേൽ 1:9 കൂടെ വായിക്കുമ്പോൾ ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം വെച്ചാണ് അവരുടെ സഭാ നടപടികളും സഭാ ഭക്ഷണങ്ങളും അവരുടെ എല്ലാവിധ പ്രാർത്ഥനകളും നടന്നത്. സ്ഥലം എവിടെയാണ്?
ഷിലോയിൽ വെച്ചാണ് നടന്നത്. അവർ ഭക്ഷിക്കുകയും വായിച്ചോളുക. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. ഹന്ന എഴുന്നേറ്റ്, അതായത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ഷിലോയില് എന്തുണ്ടായിരുന്നു? ദേവാലയം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഷിലോ എന്ന സ്ഥലത്ത്, പെട്ടകം വെച്ചിരുന്ന സ്ഥലത്ത് മതിലുകൾ കെട്ടി അവരെന്തു ചെയ്തു? ചെറിയൊരു ദേവാലയം പോലെ വെച്ചിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഫസ്റ്റ് ദേവാലയം എവിടെയായിരുന്നു? ഷിലോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെയാണ് ആദ്യത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ്, ആദ്യത്തെ ദൈവത്തിൻ്റെ അസംബ്ലി നടന്നത് ഷിലോയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രമുഖമായ ഒരു സ്ഥലം തന്നെയാണ് ഷിലോ. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, ഷിലോ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഈ പ്ലേസ് എവിടെയാണെന്ന് അറിയത്തില്ല. ഈ പ്ലേസിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പണ്ഡിതന്മാർക്ക് അടുത്ത് കുഴയാൻ തുടങ്ങി. ഇതെവിടെയാണ്? ഈ പെട്ടകം എവിടെ കൊണ്ടുവച്ചത്? എവിടെയാണ് ഈ ഷിലോ? ഒരു പിടിയുമില്ലാതെ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള കുറേ വില്ലന്മാർ ഇതും യക്ഷിക്കഥയാക്കി മാറ്റി. ഇവന്മാരെ കൊണ്ട് തോറ്റ് ദൈവമേ, ഉത്തരമില്ലെങ്കിൽ ഇവന്മാർ അപ്പം യക്ഷിക്കഥയാക്കും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും ഉത്തരവില്ലെങ്കിൽ അപ്പോൾ ഇവന്മാരെ യക്ഷിക്കഥയാക്കിയിട്ട് ഒരു ഞെളിഞ്ഞൊരു നിപ്പുണ്ട്. ഇത് കേൾക്കാൻ കുറേ എണ്ണവും, അതിലും രസം. ഇത് അകത്തുള്ളവന്മാരുടെ കാര്യം. പുറത്തുള്ളവർ പിന്നെ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോത്തില്ല. അവർക്ക് ആകെ പോകാൻ പറ്റുന്നത് ബൈബിൾ വചനം എടുത്തിട്ട് അതിനെ പരിഹസിക്കുക, അടുത്ത വചനം എടുക്കുക, പരിഹസിക്കുക, അടുത്ത വചനം എടുക്കുക, പരിഹസിക്കുക. ഇത് എന്നെ പരിപാടി. അകത്തുള്ളവൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവൻ അപ്പോൾ അതിനെ യക്ഷിക്കഥയാക്കും. ഇതാ സംഭവം. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വിശ്വാസികൾ പോകാൻ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം വിശ്വാസികൾ യാത്ര ചെയ്യാൻ. ഇത് യക്ഷിക്കഥയാക്കി കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ആദ്യ ദേവാലയം, പെട്ടകം വരുന്ന സ്ഥലം, ഇതെല്ലാം മിഥ്യയായി മാറും. ഇതെല്ലാം വെറുതെയാണ്. ബൈബിൾ തന്നെ കള്ളമായി മാറും. ഇതൊക്കെ ചുമ്മാ ഡ്രാമയാണ്. മനുഷ്യനെ പറ്റിക്കാൻ, ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി, മനുഷ്യൻ്റെ പണം കവരാൻ വേണ്ടി ഇട്ടിരിക്കുന്ന തന്ത്രമായി ഈ ബൈബിളും ബൈബിൾ പ്രഘോഷകരും മാറ്റുവാൻ ഇവർക്ക് എളുപ്പമാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 1926 ഷിലോ ഖനനം ചെയ്തപ്പോൾ BC 1050 ഈ പട്ടണം നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കണ്ടെത്തി. അപ്പോൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഷിലോ കണ്ടുപിടിച്ചു. ഖനനം നടത്തിയ സമയത്ത് ഒരു പട്ടണം കിട്ടി അവർക്ക്. ആ പട്ടണം ഭയങ്കരമായ രീതിയിൽ തീ വെച്ച് നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണമാണ് അവർക്ക് കണ്ടെത്തിയത്. തീയാലാണ് നശിപ്പിക്കപ്പെട്ടത്. അതിനൊരു ബൈബിളിൽ തെളിവുകളുണ്ട്, ഞാനത് എടുത്തു തരാം. ഷിലോ മൊത്തവും കത്തിച്ച് ചാമ്പലാക്കി. അന്ന് കത്തിച്ച് ചാമ്പലാക്കി ദേവാലയം എവിടെ കൊണ്ടുവന്നു? ജെറുസലേമിൽ കൊണ്ടുവന്നു. ഷിലോയിലേക്ക് ആരെയും വിട്ടില്ല. ദേവാലയം ജെറുസലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഷിലോ മൊത്തം മണ്ണിനടിയിലായി. പിന്നീട് ഖനനം ചെയ്ത് അവരെടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് കത്തിച്ച അവശിഷ്ടങ്ങളും ഷിലോയുടെ രേഖകളും തിരിച്ചു കിട്ടി. അവർക്ക് മനസ്സിലായി ബൈബിളിൽ കർത്താവിൻ്റെ പെട്ടകം ഇരുന്ന ഷിലോ സ്ഥലം ഇവിടെയാണെന്ന് അവർക്ക് മനസ്സിലായി. അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ കിട്ടി. ഇപ്പോൾ ബൈബിൾ പണ്ഡിതരൊക്കെ തിരുത്തി എഴുതാൻ തുടങ്ങി. ഷിലോ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു, അത് കത്തി നശിച്ചതാണ്, അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുവാണ്, കളിയാക്കിയും പരിഹസിച്ചും ധാരാളം പേർ പ്രസംഗിച്ച് കാലം ചെയ്തിട്ടുണ്ട്. ധാരാളം പേർ പ്രസംഗിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അമൂല്യമായ സത്യത്തിനെതിരെ ചിലർ കാതടച്ചു, ചിലർ കണ്ണുകളടച്ചു. എന്നിട്ട് മിഥ്യയ്ക്ക് വേണ്ടി കാതുകൾ തുറന്നു, പരിഹാസത്തിൻ്റെ മുമ്പിലേക്ക് കണ്ണുകൾ തുറന്നിട്ട് കൊടുത്തു. അങ്ങനെ അവരറിയാതെ തന്നെ അവർ പോഷന്മാരായിത്തീർന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സത്യങ്ങളെ ദൈവം തന്നെ പുറത്തു കൊണ്ടുവന്നു. ഇന്നത്തെ തെളിവില്ലാത്തത് നാളത്തെ തെളിവാണെന്ന് ഓർക്കുക.
അന്ന് അനുദപിച്ചിട്ട് കാര്യമില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെ വിശ്വസിക്കാൻ ദൈവ പൈതൽ തയ്യാറാകണം. 1924 വില്യം ഹാമിൽട്ടൺ ഒരു പുസ്തകം എഴുതി. യുക്തിവാദി ലീഡർ, ഒരുപാട് വിറ്റഴിഞ്ഞ പുസ്തകം, കൊല്ലപ്പെട്ട ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മരണം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയത് 1924 വില്യം ഹാമിൽട്ടനാണ് ആ പുസ്തകം എഴുതിയത്. ധാരാളം പേർ ക്രിസ്തുവിൻ്റെ മരണത്തെ മോശകരമായി കണ്ട ഒരു പുസ്തകം. അതേ തുടർന്ന് ധാരാളം പേർ അത് പഠിച്ചിട്ട് പിന്നീട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. നിരീശ്വരം ജനങ്ങളിലേക്ക് കത്തിപ്പടർത്തി. വചനത്തിനെതിരെയായിരുന്നു നിരീശ്വരം. വില്യം ഹാമിൽട്ടൻ്റെ പുസ്തകങ്ങൾ ഓരോന്നായി വിറ്റഴിയപ്പെടാൻ തുടങ്ങി. അയാളുടെ ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് ദൈവത്തിൻ്റെ മരണം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ദൈവം. പക്ഷേ വില്യം ഹാമിൽട്ടണിന് സഭയെ തോൽപ്പിക്കാൻ സാധിച്ചില്ല, വിശ്വാസികളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. 1924 ശേഷം അനേകം രക്തസാക്ഷികളുണ്ടായി, അനേകം വിശ്വാസികളുണ്ടായി. തീവ്രവാദികളുടെ മുമ്പിൽ പോലും, തോക്കിൻ്റെ മുമ്പിൽ പോലും വിശ്വാസികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തു ഞങ്ങളുടെ ദൈവമാണ്. ചൈനയിൽ ചലിപ്പിക്കുവാൻ നിരീശ്വരവാദികൾക്ക് സാധിച്ചു. ചൈനയിൽ ചലിപ്പിക്കുവാനായി നിരീശ്വരവാദികൾക്ക് സാധിച്ചു. ചൈനയിൽ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന പല ദൈവങ്ങളും ദൈവങ്ങളല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ചൈനയിലെ പ്രധാന ദൈവങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ചൈനക്കാർ ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ. ഈ ദൈവങ്ങളുടെ പിന്നാലെ ധാരാളം ബലിയർപ്പണങ്ങളും നേർച്ച കാഴ്ചകളുമായി അവർ നടന്നിട്ടുണ്ട്. ചൈനയിലെ ഇനി അടുത്തത് കേട്ടോളുക. ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളും ദേവന്മാരും ചൈനയിൽ ധാരാളമായി ഉണ്ടായിരുന്നു. അത് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളെയൊക്കെ നിരീശ്വര പ്രസ്ഥാനങ്ങൾ കടന്നു ചെന്നിട്ട് ഈ ഇങ്ങനെയുള്ള ദൈവങ്ങളെയൊക്കെ പാടെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കളയുവാനായിട്ട് നിഷ്പ്രയാസം അവർക്ക് സാധിച്ചു. 200 മില്യൺ ജനങ്ങൾ നിരീശ്വരവാദികളാണ്. ദൈവവിശ്വാസമില്ലാത്ത കണക്കിന് അവരുടെ ചൈനയിൽ നിന്ന് പുറത്തിറങ്ങിയ ദൈവവിരോധമായ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ട് 200 മില്യൺ ജനങ്ങളാണ് ഇത് അവിശ്വാസികളായി മാറിയത്. ചൈനയിൽ ഉണ്ടായിരിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും ചൈനയിലെ ദൈവനിന്ദകരും ദൈവവിരോധികളുമാണ്. അവർക്ക് സാധിച്ചു. ഈ ദൈവങ്ങൾക്കൊന്നും ഒരു വക ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. തങ്ങളുടെ വിശ്വാസികളെ പിടിച്ചു നിർത്തുവാൻ ഈ ദൈവങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിനെതിരെ, യേശുക്രിസ്തു കൊണ്ടുവന്ന തത്വങ്ങൾക്കെതിരെ ആദ്യകാലം മുതലേ നോയിസ്റ്റുകൾ മുതൽ അങ്ങോട്ട് കടക്കുക, സെറിദൻ സിദ്ധാന്തം, ജ്ഞാനവാദികൾ തുടങ്ങി അനേകം പേർ രംഗത്തിറങ്ങിയിട്ടും ക്രിസ്തുവിൻ്റെ സഭയൊന്ന് കുലുക്കാൻ പോലും ഇവന്മാർക്ക് സാധിച്ചിട്ടില്ല. യേശുക്രിസ്തു പറയുവാണ്, എൻ്റെ അവസാന കാലം എത്തുമ്പോൾ വിശ്വാസ ലോകത്തിൽ തണുത്തുറഞ്ഞു പോകും. വിശ്വാസ ലോകത്തിൽ തണുത്തുറഞ്ഞു പോകും. ഒരുവനിലും വിശ്വാസം കാണത്തില്ല. നിങ്ങളുടെ സഭയിൽ നല്ലൊരു വിശ്വാസിയുടെ പേര് പറയാം. ഇടവകയിൽ നല്ലൊരു വിശ്വാസിയുടെ പേര് പറഞ്ഞ് നിന്റെ ഭർത്താവിൻ്റെ പേരെങ്കിലും പറഞ്ഞ് നല്ലൊരു വിശ്വാസിയുടെ പേര് പറയാമോ? നിങ്ങളിങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ ഇടവകയിലെ ഏറ്റവും നല്ലൊരു വിശ്വാസിയുടെ പേര് പറയാമോ? നല്ല വിശ്വാസി, അന്യാരാധന ചെയ്യാത്ത, മന്ത്രവാദത്തിന് പോകാത്ത, ആഭിചാരത്തിന് പോകാത്ത, ഭജനാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ പേര് നിങ്ങളുടെ ഇടവകയിൽ പറയാമോ നിങ്ങൾക്ക്? വിശ്വാസം തണുത്തുറഞ്ഞു പോകും. എൻ്റെ വരവിൽ വിശ്വാസം തണുത്തുറഞ്ഞു പോകും.
നിരീശ്വരവാദികൾ നിങ്ങളാകുന്നില്ല. നിങ്ങളിപ്പോഴും ക്രിസ്ത്യാനികൾ തന്നെ, പക്ഷേ നിങ്ങൾ അവിശ്വാസികളാണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും തകിടം മറിയാം, എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വിശ്വാസത്തെ കളഞ്ഞിട്ട് പോകാം. ഓർത്തുകൊള്ളുക, ശക്തിയേറിയ ഒരു വിശ്വാസിയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വചനത്തെ വിശ്വസിച്ചാൽ മതി, നിനക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു. ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വചന പ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്ന മാത്യൂസിനും സുസ്മിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചന ലോകമെമ്പാടും എത്തിക്കുവാൻ വേണ്ടി സന്മനസ് കാണിക്കുന്ന ഈ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അബുദാബിയിൽ ജോലി ചെയ്യുന്ന മാത്യൂസ് ബ്രദറിൻ്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദുബായ് ജീസസ് വിഷൻ പ്രയർ സെൻ്ററിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അകമഴിഞ്ഞ് പരിശ്രമിക്കുന്ന മാത്യൂസ് ബ്രദറിനും സുസ്മിക്കും പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.